സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 1 വാക്യം 33. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 33-ാം വാക്യത്തിൽ ദൈവം തൻ്റെ ഭക്തന്മാരോടായി, ദൈവത്തിൽ ആശ്രയിക്കുന്ന ശരണപ്പെടുന്ന വിശ്വാസികളോടായി സംസാരിക്കുകയാണ്. ദൈവം പറയുകയാണ്, എൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ നിർഭയം വസിക്കും. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം, ഇത് നമുക്ക് നിർഭയവാസം നൽകുന്നതാണ്. നിർഭയരായി ജീവിക്കുവാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും പല തരത്തിലുള്ള ഭയങ്ങളാണ് നമ്മെ ഭരിക്കുന്നത്. രോഗത്തെ ഭയം, ശത്രുക്കളെ ഭയം, രാത്രിയായാൽ ഭയം, പകൽ തന്നെയും പല വിഷയങ്ങളെ ഓർത്ത് നാം ഭയപ്പെടുന്നു. കടഭാരങ്ങളെ ഓർത്ത് നാം ഭയപ്പെടുന്നു. നമ്മുടെ മുന്നിലുള്ള പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ കണ്ട് നാം ഭയപ്പെടുന്നു. എന്തിനേറെ നിസ്സാര വിഷയങ്ങളെപ്പോലും വലുതായി ഭയപ്പെടുന്നവരുണ്ട്. നിർഭയം, ഇത് എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. നിർഭയം വസിക്കുവാൻ മനുഷ്യന് കഴിയുമോ? ഈ വചനം പറയുന്നത് നമുക്ക് നിർഭയം വസിക്കുവാൻ കഴിയുമെന്നാണ്. അതിന് നാം ചെയ്യേണ്ടത് എന്താണെന്നുകൂടെ ഈ വചനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവരായി തീരുക. അങ്ങനെ ആയാൽ നമുക്ക് നിർഭയവാസമുണ്ടാകും. മാത്രമല്ല, രണ്ടാമതായി ഈ വചനത്തിൽ പറയുന്നത് സ്വൈരമായിരിക്കുകയും ചെയ്യുമെന്നാണ്. സ്വൈര ജീവിതം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. സ്വസ്ഥതയുള്ള സ്വൈരമായ ജീവിതം. ഇതാഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുകയില്ല. എന്നാൽ ഈ സ്വൈര ജീവിതം എങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? വചനം വളരെ വ്യക്തമായി ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം, അത് കേൾക്കുന്നവരായി, അത് കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരായി, അതനുസരിക്കുന്നവരായി നാം മാറിയാൽ നമുക്ക് സ്വൈരജീവിതം സാധ്യമാണ്. സ്വൈരജീവിതത്തിനും നിർഭയവാസത്തിനും വേണ്ടി മനുഷ്യൻ വളരെയധികം ഭാരപ്പെടുന്ന അഥവാ ആഗ്രഹിക്കുന്ന നാളുകളാണ് ഈ അന്ത്യകാലം. എന്നാൽ എങ്ങനെ നിർഭയവാസം സാധ്യമായി തീരും? എങ്ങനെ ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് വഴി പരിശുദ്ധാത്മാവ് അഥവാ ദൈവം തന്നെ സംസാരിക്കുവാനിടയായത്. ഓരോ ദിവസവും ദൈവസ്വരം ശ്രവിക്കുവാനായി, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാനായി, ദൈവശബ്ദം കേൾക്കുവാനായി നാം സമയം വേർതിരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന 2 നന്മകളാണ് നാം ധ്യാനിക്കുവാനിടയായത്. അത് നിർഭയവാസവും സ്വൈരജീവിതവുമാണ്. ദൈവവചനം കേട്ട്, ദൈവശബ്ദം കേട്ട് ഈ നിർഭയവാസവും സ്വൈരജീവിതവും പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് തിരുവചനം കേട്ട എല്ലാ പേർക്കും ദൈവം സഹായം ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ. വചനം സത്യ
സത്യവചനം ഇതു തേനിലും മധുരം തിരുവചനം പ്രാണനെ തണുപ്പിക്കും ജീവന്റെ വചനം വചനം സത്യവചനം ഇതു തേനിലും മധുരം തിരുവചനം ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം ആദയിൽ ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം ആയിരമായി തീരുമി വചനം രക്ഷയേടുന്ന ദിവ്യമാ വചനം വചനം രക്ഷയേടുന്ന ദിവ്യവചനം വചനം സത്യവചനം ഇതു തേനിലും മധുരം തിരുവചനം വചനം സത്യവചനം ഇതു തേനിലും മധുരം തിരുവചനം ശക്തിയെ പകർന്നിടും വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം നിത്യമാം ശക്തിയെ പകർന്നിടും വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വചനം വചനം സത്യവചനം ഇതു തേനിലും മധുരം തിരുവചനം വചനം സത്യവചനം